ദൈവത്തിന്റെ പുണ്യനാമത്തിന് മഹത്വം. നമ്മൾ വായിച്ച ആ വചനത്തില് ഇങ്ങനെയാണ് നമ്മൾ വായിച്ചത്: വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തില് നമ്മൾ കണ്ടുകൊണ്ട് കണ്ടിട്ടില്ല സ്വർഗം. എന്നാൽ വിശുദ്ധ വചനത്തിലൂടെ അനേകരെ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അബ്രഹാം പിതാവ് ഇതേപോലെ തന്നെയായിരുന്നു. അബ്രഹാം പിതാവ് ആശയ്ക്ക് വിരോധമായി ആശയോടെ കാത്തിരുന്നു. അതിൽ നിന്ന് ഭൗതികമായ നന്മകൾ ലഭിച്ചു. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമിട്ടതുമായ ഒരു നഗരത്തിനായി ആമേൻ നോക്കി പാർത്തു. അത് സ്വർഗത്തെ കുറിച്ചാണ് എന്ന് വേദപുസ്തകം പഠിക്കുന്നവർക്ക് അറിയാം. അപ്പൊ നമ്മുടെയും ജീവിതത്തിൽ നമ്മൾ നോക്കി പാർക്കുന്നത് നമ്മുടെ കർത്താവിന്റെ വരവിന് ശേഷം നമുക്ക് ലഭിക്കുവാൻ പോകുന്ന നിത്യതയെ കുറിച്ചായിരിക്കും. അപ്പൊ വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. വേദപുസ്തകം നമ്മോട് പറയുന്നു, മുമ്പേ അവന്റെ രാജ്യവും അതോടുകൂടി അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ അതിനുവേണ്ടി നമ്മൾ വ്യാകുലപ്പെടുകയോ അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയോ ചെയ്യേണ്ടവരല്ല. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരായിരിക്കും. ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശിഷ്യന്മാർ കൈതൊട്ടതാണ്, അവർ കണ്ടതാണ്, അവരനുഭവിച്ചതാണ്, ആ സാക്ഷ്യമാണ്. അങ്ങനെയാണെങ്കിൽ വിശ്വാസം എന്നതും ആശിക്കുന്നതിന്റെ ഉറപ്പും ആ നിശ്ചയം ഞങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായി ലഭിക്കുന്നതിന് ഒരു ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടുവാൻ ദൈവം ഭാഗ്യം നൽകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടുന്ന ഓരോ വിശ്വാസിയും ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ 1, 2, 3 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കാം. വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നത് നമ്മൾ മറന്നു പോകരുത്. യെശയ്യാവിന്റെ പുസ്തകം 45-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. യെശയ്യാ പ്രവചനം 45-ന്റെ 22. സകല ഭൂവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുകയും ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ. എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും എന്നിങ്ങനെ നിന്റെ വായിൽ നിന്ന് നീതിയും മടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ടവരെ, എന്റെ മുൻപിൽ ഏത് മുഴങ്കാലും മടങ്ങും. എന്റെ മുൻപിൽ ഏത് മുഴങ്കാലും മടങ്ങും. അതായിട്ടില്ല, എന്നാൽ ആകാൻ പോവുകയാ. അധികം താമസം വരാ. അത് സ്വർഗത്തില് അന്ത്യ ന്യായവിധിയുടെ സമയത്ത് അത് സംഭവിക്കാൻ പോവുകയാ. എല്ലാം മുട്ടും മടങ്ങും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒന്നാമതായി ഒരു വിശ്വാസി ക്രിസ്തീയ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ ഞാൻ ഓർക്കുക, എനിക്ക് ഈ വചനം സംസാരിക്കാനുള്ള കൃപ ദൈവം തന്നിട്ടുണ്ട്. അതിനിടയിൽ വേറെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വാക്കുകളൊന്നും പറയാൻ എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ അതുകൊണ്ടൊരു കാര്യം ഓർക്കുവാൻ ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, വിശ്വാസികള് കൂടി വരുന്നത് ദൈവവചനം കേൾക്കാനാ. ആണോ? ദൈവവചനം കേൾക്കാനാ. ദൈവവചനം നമ്മുടെ ഉള്ളത്തിലേക്ക് വരുമ്പോൾ അതെന്റെ അനുഭവമാണെന്ന് തോന്നുമ്പോൾ നമുക്ക് അറിയാതെ ഉള്ളൊരു സന്തോഷം വരും. സ്വന്തം പറഞ്ഞാട്ട് ഹല്ലേലൂയ. അപ്പൊ നോക്കിക്കോണേ, വേദപുസ്തകം ഓർപ്പിക്കുകയാണ്, നിങ്ങൾ പിൻപോട്ട് നോക്കണം. ആമേൻ. ഒന്നാമത് ഒരു വിശ്വാസി നോക്കേണ്ടത് പിന്നിലേക്കാണ്, പുറകോട്ടാണ്, പിൻപോട്ടാണ് നോക്കേണ്ടത്. രണ്ടാം ഇസ്രായേലായ നമ്മൾ നോക്കേണ്ടത് 2000 വർഷം കാൽവറിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച ആ ക്രിസ്തുവിനെയാണ് നമ്മൾ പിൻപോട്ട് തിരിഞ്ഞു നോക്കണം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ പുതിയ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾ പിൻപിലോട്ട് നോക്കണം. ദൈവത്തിന് സ്തോത്രം. യെശയ്യാ പ്രവാചകൻ പറയുകയാണ്, സകല ഭൂസിമവാസികളുമായുള്ളവരെ, എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവീൻ. ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ. എന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും. കഴിഞ്ഞ ദിവസം ഒരു കോളേജ് പ്രൊഫസറുമായി സംസാരിക്കാനിടയായി. അദ്ദേഹം രോഗാവസ്ഥയിൽ പ്രവർത്തി കഴിയുക. അപ്പൊ അദ്ദേഹത്തോട് സംസാരിച്ചു.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു വചനം തന്നു. ആ വചനം മറ്റൊന്നുമായിരുന്നില്ല, ഒരു മനുഷ്യന്റെ ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. അപ്പൊ ഇത് ഞാൻ അദ്ദേഹവുമായി സംസാരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഉടനെ അദ്ദേഹം അത് കേട്ടു. എന്നാൽ അല്പം കഴിഞ്ഞ് പറഞ്ഞു, എനിക്ക് അങ്ങനെയുള്ള വിശ്വാസമൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ധരിച്ചു, ഇത്രയും കുട്ടികളെ പഠിപ്പിച്ച ഈ അധ്യാപകന് ഒരു ക്രിസ്ത്യാനി എന്ന പേരുണ്ട്, നാമധേയ ക്രിസ്ത്യാനിയാണ്, പക്ഷേ ക്രിസ്തുവിനുള്ള വിശ്വാസമില്ല. ഇതാ ഇന്ന് എല്ലാ ക്രിസ്തീയ സഭകളിലും അവയെ നാമധേയ ക്രിസ്ത്യാനികളുടെ വലിയൊരു കൂട്ടമാണ്. ഇത് പറയാതിരിക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. കാരണം എന്തെന്നറിയാമോ? ഇന്ന് ഈ ലോകത്തിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടാൽ ഇത് പറഞ്ഞില്ലെങ്കിൽ അവൻ എന്റെ കർത്താവ് എന്നോട് ചോദിക്കും, ഹല്ലേലൂയ, നമ്മൾ കാണുന്ന എല്ലാവരും സ്വർഗത്തിൽ പോകത്തില്ല. അവൻ ദൈവത്തിന്റെ വചനം അങ്ങനെയാ പറയുന്നത്. ദൈവത്തിന്റെ സ്തോത്രം. എന്നാൽ അദ്ദേഹത്തോട് പിന്നെയും ദൈവവചനം സംസാരിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇനി ഒരവസരത്തിൽ വീണ്ടും കടന്നു വരാം എന്ന് അദ്ദേഹത്തോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ഭൂരിപക്ഷം ആളുകളും ഈ ലോക സ്നേഹികളായി ലോകമോഹികളായി ജീവിക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടത്തെ എന്റെ അരുമനാഥൻ കാലാകാലങ്ങളിൽ വിളിച്ച് വേർതിരിക്കുകയാ. ദൈവത്തിന് സ്തോത്രം. അതിലൊരാളാകാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഭാഗ്യം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന് സ്വന്തം. എബ്രായ ലേഖനം 11:4 വായിച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. എബ്രായ ലേഖനം 11:4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായലിലും മതി. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കഴിച്ചു. നോക്കിയോണേ, കായനോട് ചോദിച്ചേ. കായൻ ഇങ്ങനെ പറയും, ഞാൻ യാഗം കഴിക്കാൻ ഒരേ ഒരു കാരണമുണ്ട്. എന്നറിയാമോ? ഞാൻ പിൻപോട്ട് നോക്കി, എന്റെ പിതാവായ അബ്രഹാമിനെ ഞാൻ നോക്കി. അബ്രഹാമിന് ഒരു കാരണമുണ്ട്. ഞാൻ പിൻപോട്ട് നോക്കി, യഹോവയായ ദൈവത്തെ ഞാൻ കണ്ടു. അപ്പൊ ഒരു വിശ്വാസിയുടെ ജീവിതത്തില് പിൻപോട്ട് നോക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഹാബേല് പിൻപോട്ട് നോക്കിയപ്പോൾ തന്റെ പിതാവിനെ വീണ്ടെടുക്കേണ്ടതിന്, രക്ഷിക്കേണ്ടതിന് ഒരാട്ടുകോട്ടനെ യാഗം കഴിപ്പിച്ച വിവരങ്ങളൊക്കെ അവൻ അബ്രഹാം പിതാവ് കായീനോടും ഹാബേലിനോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹാബേല് യാഗം കഴിക്കാൻ, ദൈവത്തിന് പ്രസാദമായ യാഗം കഴിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവന്റെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഏറ്റവും നല്ല ഒരാട്ടിൻകുട്ടിയെ പിടിച്ചു കൊണ്ടുവന്ന് യാഗം കഴിച്ചു. അപ്പം അബ്രഹാം പിതാവ് ഹാബേലിനോട് പറഞ്ഞു, രക്തം കൂടാതെ ഇനി വിമോചനമില്ല. അത് പഴയ നിയമത്തിന്റെ പ്രമാണമാണ്. രക്തം കൂടാതെ വിമോചനമില്ല. അതുകൊണ്ട് ദൈവത്തിന് സൗരഭ്യവാസനയായ യാഗമായി തീരേണ്ടതിന് നീ ഒരാട്ടുകൊറ്റനെ യാഗം കഴിക്കണം. ഇത് കായീനും കേട്ടു, ഹാബേലും കേട്ടു. എന്നാൽ തന്റെ പിതാവിന്റെ ദൈവത്തെ, അബ്രഹാമിന്റെ ദൈവത്തെ ഹാബേൽ ഭയപ്പെട്ടതുകൊണ്ട് അവനത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. പ്രിയപ്പെട്ടവരെ, പുതിയ നിയമവിശ്വാസികളായ നമ്മുടെ യാഗം എന്താണെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുക, നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും. ഉറക്കം വരുന്നു സ്തോത്രം പറ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ, ഞാൻ ഇതിനകത്ത് നോക്കാത്തോണ്ട് ആരും നോക്കാറില്ല, എങ്കിലും ഞാൻ അങ്ങ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. നമ്മൾ ഉറങ്ങാൻ പാടില്ല. ദൈവസ്ഥാനത്തിൽ ഇരിക്കുമ്പോ ദൈവത്തിന്റെ ദൂതന്മാർ നമുക്ക് ചുറ്റും കാവല. സ്വർഗം ഇങ്ങോട്ട് കുനിഞ്ഞു നോക്കുക, പുത്രൻ ഇവിടെയുണ്ട്, ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ ഇരിക്കുന്നു എന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ നോക്കിയേ, ഹാബേൽ ദൈവത്തിന് സ്തോത്രം. അവന്റെ പിതാവ് പറഞ്ഞത് അവൻ അനുസരിച്ചു. അവന്റെ ദൈവത്തെ അവൻ കണ്ടു. ആ പിതാവിനെ അബ്രഹാമിനെ അവൻ കണ്ടു. അവന് അതുകൊണ്ട് രക്തം കൂടാതെ വിമോചനമില്ല. നമുക്ക് എന്തൊരു ഭാഗ്യവും. ഞാൻ പഴയ കാലങ്ങളിൽ പ്രസംഗിക്കുമ്പോഴെപ്പോഴും പറയും, നമ്മൾ ഭയങ്കര ഭാഗ്യം ചെയ്തവരാ. ഇന്നത്തെ കാലത്തൊരു മൂരിയെ വാങ്ങിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാളക്കുട്ടിയെ വാങ്ങിക്കണമെങ്കിൽ എത്ര രൂപയാണ്?
ദൈവം നമ്മോട് പറയുക, ഇന്ന് പകൽക്കാലം നീ ഒരു 50,000-60,000 രൂപ കൊടുത്തൊരു മൂരിയെ വാങ്ങിച്ച്, അല്ലെങ്കിൽ അതിനെ ഒരു കാളക്കിടാവിനെ വാങ്ങിച്ച് അർപ്പിക്കാൻ പറഞ്ഞാൽ എന്നാ പറയും? ഞാനേതായാലും ഇപ്പം ചെയ്യുന്നില്ലെന്ന് പറയും. നമ്മൾ വിശ്വാസികൾ. മറ്റുള്ളവരെന്നെ പറയുന്നത് പോയി പണി നോക്കാൻ പറയും. ദൈവത്തോട് പറയും പോയി പണി നോക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഹാബേൽ അത് വിശ്വസിച്ചു. ദൈവത്തിന് സ്തോത്രം. അവന് ഏറ്റവും നല്ലതിനെ ദൈവസന്നിധിയിൽ യാഗമർപ്പിച്ചു. അതുകൊണ്ട് ഹാബേൽ പുറകോട്ട് നോക്കി. നമ്മളും പുറകോട്ട് നോക്കണം. അത് ഞാൻ പിന്നീട് ഓർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, എന്നാൽ നമ്മൾ നോക്കി പഠിക്കുന്നത് നല്ലതാ. നമുക്കിപ്പം രക്തം കൊണ്ടുള്ള യാഗം ആവശ്യമില്ല. ഞാൻ ഓർപ്പിച്ചതുപോലെ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമെന്നും, അടുത്തത് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? പിന്നെ എങ്ങനെ പറയാൻ പറ്റുന്നത്? പിന്നെ എങ്ങനെ നുണ പറയാൻ പറ്റുന്നത്? പിന്നെ എങ്ങനെ നമുക്ക് ഓരോ അഭിപ്രായങ്ങൾ പാസ്സാക്കാൻ പറ്റുന്നത്? ദൈവത്തിന്റെ ആത്മാവ് അനുവദിക്കാത്ത ഒരു വാക്ക് നമുക്ക് പറയാൻ പറ്റുമോ? പറ്റുമോ സഹോദരിമാരെ? എന്ന് പറഞ്ഞു ഇല്ലെന്നങ്ങ് പറ. ഒരു അല്ലേ പറഞ്ഞേ. അപ്പൊ നോക്കിയോളാം, ദൈവത്തിന്റെ ആത്മാവ് പറയാത്ത ഒരു കാര്യം. കാരണം എന്നാ? നമ്മൾ ദൈവത്തിന്റെ മന്ദിരം, എല്ലാരും ധരിച്ചിരിക്കുന്ന ദേവാലയമാണ്. അത് നമുക്ക് ഒന്നിച്ചു കൂടി വരാനുള്ള ആലയമാണ്. ഒന്നിച്ചു കൂടി വരുന്ന ആരാ? ദൈവത്തിന്റെ ആലയമായിരിക്കുന്ന മനുഷ്യരാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവ നമ്മൾ ഓർക്കണം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് താക്കീത് കൊടുക്കുക, ഈ മന്ദിരത്തെ നശിപ്പിച്ചാൽ ദൈവം അവരെ നശിപ്പിക്കും എന്ന് പറഞ്ഞ യാതനാസ്ഥലമാണ് അവർക്ക് ലഭിക്കുമെന്ന അതിന്റെ അർത്ഥം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഹാബേൽ പിറകോട്ട് നോക്കി തന്റെ പിതാവിനെ അനുസരിച്ചു, പിതാവിന്റെ ദൈവത്തെ അനുസരിച്ചു, ദൈവത്തിന് ഇഷ്ടമുള്ള യാഗം കഴിച്ചു. എന്നാൽ ഇത് കേട്ടിരുന്ന കായീൻ എന്ത് ചെയ്തെന്നറിയാമോ? അവൻ കൃഷിക്കാരനായിരുന്നു എന്ന് അവന് കാരണം പറയാനുണ്ടാകുമായിരുന്നു. എന്നാൽ അവൻ ഹാബേലിനോട് ചോദിച്ചിരുന്നെങ്കിൽ, തന്റെ പിതാവായ അബ്രഹാമിനോട് ചോദിച്ചിരുന്നെങ്കിൽ അവന് നല്ലൊരു ആട്ടുകൊറ്റനെ കൊടുക്കില്ലായിരുന്നോ? കൊടുക്കത്തില്ലേ? നമുക്ക് ഒത്തിരി കാരണങ്ങളുണ്ട് എനിക്ക് അതില്ലെന്ന്. പക്ഷെ അവന് കിട്ടും. അതെങ്ങനെ കിട്ടുന്നതെന്നറിയാമോ? ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ പിതാവിനോട് ചോദിക്കണം. അല്ലേ വേണ്ട, സഹോദരനോട് ചോദിച്ചാൽ മതി. അവൻ കൊടുക്കില്ല, 100 വട്ടം കൊടുക്കും. കൊടുക്കത്തില്ലേ? എന്റെ സഹോദരനോട് അനുഗ്രഹം പ്രാപിക്കട്ടെന്ന് ആഗ്രഹിക്കുന്നവനാ ആര്? ഹാബേൽ. നിങ്ങൾ ഇവിടെ മാലിയോ? ലോകത്തിലേക്ക് മാലിയോ? എന്റെ സഹോദരനോട് അനുഗ്രഹം പ്രാപിക്കണമെന്ന് ആഗ്രഹിച്ചവനാണ് ഹാബേൽ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 100 വട്ടം അവന് കൊടുത്തേനെ. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ പിതാവിന്റെ വാക്ക് കേട്ടില്ല, അവന്റെ പിതാവിന്റെ ദൈവത്തെ അനുസരിച്ചില്ല. അതുകൊണ്ട് അവൻ കൃഷിക്കാരനാണെന്നും പറഞ്ഞ് എന്ത് ചെയ്യുന്നറിയാമോ? അവന്റെ കൃഷിഫലത്തിലെ ഏറ്റവും നല്ലത്, അത് കുറച്ചില്ല, ഏറ്റവും നല്ലത് തന്നെ യാഗം കഴിച്ചു. എന്നാൽ ഹാബേലിന്റെ യാഗത്തിൽ പ്രസാദിപ്പാൻ ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അവൻ പിൻപോട്ട് നോക്കി പിതാവിനെ കണ്ടു, പിൻപോട്ട് നോക്കി പിതാവിന്റെ ദൈവത്തെ കണ്ടു. അതുകൊണ്ട് ദൈവത്തിന് പ്രസാദകരമായ യാഗം അവൻ അനുഷ്ഠിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നാൽ കായീൻ എന്ത് ചെയ്തു? അവന് പുറകോട്ട് നോക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാന്നറിയാമോ? അവൻ ഒരു കൊലപാതകനായി തീർന്നു. അതുകൊണ്ട് ഹാബേലിന്റെ രക്തം ഇന്നും ചോദിച്ചു കൊണ്ടിരിക്കുക, രക്തം സംസാരിച്ചു കൊണ്ടിരിക്കുക. ഹാബേലിന്റെ രക്തം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പം വിശ്വാസികൾ എന്ത് ചെയ്യണം? അവര് പിൻപോട്ട് നോക്കണം. നമ്മള് 2000 വർഷങ്ങൾക്ക് അപ്പുറത്തേക്ക് നോക്കണം. ആമേൻ. ആരെയാ നോക്കേണ്ടെന്നറിയാമോ? കാൽവരിയിൽ ഒരു യേശുവുണ്ട്. പഴയ നിയമത്തെ നിവർത്തിപ്പാനല്ല, അതിനെ പൂർത്തീകരിപ്പാനായിട്ട് കടന്നു വന്ന ഒരു യേശുവുണ്ട്. ആ യേശുവിലേക്ക് ഞാനും നിങ്ങൾ നോക്കണം. ആ യേശുവിനെ കണ്ടിറങ്ങിയവർ ആരും ലജ്ജിച്ചു പോകുവാൻ ഇടയാകില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മള് മുൻപോട്ട് പോവുകയാണ്. എന്നാൽ ആമേൻ, അവർ വിശ്വാസത്താൽ ആമേൻ നമ്മള് ദൈവമക്കളായി തീർന്നവരാണ്. നമ്മള് ദൈവത്തിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാമിനോട് ചോദിച്ചാൽ അബ്രഹാം പറയും, ഞങ്ങൾ പാപം ചെയ്തു പോയി, ദൈവദേശം നഷ്ടപ്പെട്ടു. എന്നാൽ ഞങ്ങളെ വീണ്ടെടുക്കേണ്ടതിന് രക്തം കൊണ്ടൊരു യാഗം യഹോവയായ ദൈവം ആ സ്ഥലത്ത് ഏദനില്
മരിച്ച് ഞങ്ങളെ വീണ്ടെടുത്തു എന്ന് അവർ പറയും. എന്നാൽ ഹാബേല് അവനെ കൊല്ലുകയാണ് ചെയ്തതെങ്കിലും ഹാബേലിന്റെ രക്തം ഇന്നും സംസാരിച്ചുകൊണ്ടിരിക്കുകയാ. കാരണം എന്നാന്നറിയാമോ? നമ്മൾ ഓരോരുത്തരും അങ്ങനെയുള്ളവരായി തീരാതിരിപ്പാനാ ആ രക്തം കായലിന്റെ നിത്യനാശത്തിന് വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രിയപ്പെട്ടവരെ. എന്നാൽ പുതിയ നിയമത്തിൽ അതല്ല പറയുന്നത്. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. 5-ാം അധ്യായം 21-ാം വാക്യം. 3 ആളുകളെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. ആനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ആനോക്ക് 300 സംവത്സരം ദൈവത്തോട് കൂടെ നടക്കുകയും പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിക്കുകയും ചെയ്തു. ആനോക്കിന്റെ ആയുഷ്കാലം ആകെ 365 സംവത്സരമായിരുന്നു. എത്ര വർഷമാ ആനോക്ക് ജീവിച്ചത്? 365 വർഷം. ദൈവത്തോടുകൂടെ നടന്നത് എത്ര വർഷമാ? 300 വർഷം. 65-ാമത്തെ വയസ്സിൽ ഒരു മകൻ ജനിച്ചു. അവൻ ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങി. എന്താ കാര്യം നമുക്കറിയില്ല, വേദപുസ്തകത്തിൽ അത് എഴുതിയിട്ടില്ല. എന്നാൽ അവൻ 65-ാമത്തെ വയസ്സിൽ ഒരു മകനെ ലഭിച്ചപ്പോൾ അവൻ ദൈവത്തോടുകൂടെ നടന്നു. എത്രയെന്നറിയാമോ? 300 വർഷം ദൈവത്തോടുകൂടെ നടന്നു. ആമേൻ. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, പുത്രന്മാരെയും പുത്രിമാരെയും ഈ 300 വർഷത്തിൽ അവൻ ജനിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ നോക്കിക്കോണേ, മക്കളെ ജനിപ്പിക്കുന്നത് പാവമല്ല. ദൈവം നൽകിയ ഭാര്യയിൽ മക്കളെ ജനിപ്പിക്കുന്നത് പാവമല്ല. ദൈവത്തിന്റെ സ്തോത്രം, പ്രിയപ്പെട്ടവരെ. എന്നാൽ 365-ാമത്തെ വർഷത്തില് അവന് ദൈവത്തോടു കൂടെ നടന്നത് കൊണ്ട് എടുക്കപ്പെട്ടു. നമ്മളെ കൂടാതെ ആനോക്കിനും രക്ഷാപൂർത്തി പ്രാപിപ്പാൻ കഴിയുകയില്ല. അത് മനസ്സിലായോ? നമ്മളെ കൂടാതെ ആനോക്കിനും രക്ഷാപൂർത്തി പ്രാപിപ്പാൻ കഴിയുകയില്ല. കാരണം എന്താണെന്നറിയാമോ? ആനോക്ക് സ്വർഗത്തിൽ എടുക്കപ്പെട്ടുവെങ്കിലും ഭൗതികമായി അവന് ഒരു മരണം ആവശ്യമായിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ കർത്താവിന്റെ 2ാമത്തെ വരവില് എടുക്കപ്പെടുകയുള്ളൂ. ദൈവത്തിന്റെ സ്വഭ നമ്മൾ എന്തൊരു ഭാഗ്യവാന്മാരാ അല്ലേ? ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ആനോക്ക് ആമേൻ 365 വയസ്സ് വരെ ജീവിച്ചുള്ളൂ. പക്ഷെ അവൻ ദൈവത്തോട് കിടന്നു. നമ്മൾ എത്ര വയസ്സായി? ഇതൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത്. നമ്മൾ എത്ര വയസ്സായി? നമുക്ക് ഓരോരുത്തരുടെ മനസ്സിൽ പറഞ്ഞാൽ, ഞാൻ ചോദിക്കുന്നില്ല ആരോടും, എല്ലാവരും മനസ്സിൽ പറഞ്ഞു എത്ര വയസ്സായി അല്ലേ? നമ്മുടെ കൂട്ടുകാരൻ തുടങ്ങിയിട്ട് ഇപ്പം അടുത്ത 17-ാം തീയതി 32 വർഷം പൂർത്തീകരിക്കും. അപ്പൊ നോക്കിയോടെ, ദൈവത്തോടുകൂടെ നടക്കാൻ തുടങ്ങിയിട്ട് 91-ലാ ഞാൻ ദൈവത്തോടുകൂടെ നടക്കാൻ ദൈവം എന്നെ വിളിച്ചു. 35 വർഷമായിരുന്നു. ആരൊക്കെ എത്ര വർഷം നടന്നു? 300 വർഷം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ നമ്മൾ ഓരോരുത്തരും ഓർക്കണം, കാലാകാലങ്ങളിൽ ദൈവം നമ്മളെ വിളിച്ചു. എത്ര വർഷമായി ഞാൻ ദൈവത്തോടുകൂടെ നടക്കുന്നു. ദൈവം എന്നോടും പ്രസാദം തോന്നിയിട്ടുണ്ടോ? ഒരു ഹാലലേ പറയുന്നില്ല. ഹാലലേ ഇല്ലെങ്കിൽ നമ്മൾ വന്നിരിക്കാൻ പറ്റും. അത് ഓർക്കുമ്പോൾ സഹോദരൻ പറയത്തില്ല. നമ്മളെപ്പോഴും നമ്മുടെ കഷ്ടതയും പ്രയാസത്തെ ഓർത്ത് ഇങ്ങനെ ഇരിക്കും. നിർവൃത്തില്ലെങ്കിലും വിഷമിച്ച് ഇങ്ങനെ ഇരിക്കും. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹാലലൂയ. എന്നാല് ആമേൻ, അതെല്ലാം അവൻ ഏറ്റെടുത്തിരിക്കുക അല്ലേ? എത്ര വചനം പറഞ്ഞാലും ചില വിശ്വാസിയുടെ ഉള്ളത്തിൽ വരത്തില്ല. ആമേൻ. യേശു പറയുക, നിങ്ങളുടെ സകല ചിന്താകുലവും അതിട്ട് കഴിയുമ്പോൾ നിന്റെ പ്രശ്നത്തിന് വിടുതലാണ്. ആരും അത് ചിന്തിക്കുന്നില്ല, പിന്നെ ഇട്ടുകൊണ്ട് നടക്കുക. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ സകല ചിന്താകുലവും എന്റെ മേൽ ഇട്ടുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. ഇട്ടുകൊടുത്തിട്ട് ആനോക്ക് നടന്നതുപോലെ നിന്റെ ദൈവത്തോടുകൂടെ നടക്കാനെന്ന് തുടങ്ങിക്ക്. നിന്റെ പ്രശ്നമുണ്ടല്ലോ, കതിനാവെടി പൊട്ടുന്നത് പോലെ ഓരോത്തിനും ദൈവം മറുപടി നൽകും. സ്വത്രം. ദൈവത്തിന് സ്വത്രം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹാനോക്ക് എന്ത് ചെയ്തെന്നറിയാമോ? അവനും പിൻപോട്ട് തിരിഞ്ഞു നോക്കി. ഹാനോക്ക് അവൻ യാഗം എന്താണെന്ന് മനസ്സിലാക്കി. അവൻ എന്നിട്ട് യാഗവസ്തു എന്താണെന്ന് മനസ്സിലാക്കി. അവൻ അങ്ങനെ ദൈവത്തോടുകൂടെ ഹാനോക്ക് നടന്നതായി നമ്മൾ കാണുകയാണ്. അത് കഴിഞ്ഞ് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോ ഉൽപ്പത്തി 6-ന്റെ 6-ാം അധ്യായം അല്ലെ, അതിന്റെ 8-9 വാക്യങ്ങളാണെന്ന് തോന്നുന്നു. നോയെ കുറിച്ച് പറയുന്നു. 8-ാം വാക്യം മതി.
എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കണ്ടോ? അപ്പൊ നോക്കണേ, എല്ലാരും ഇങ്ങനെ ശ്രദ്ധിച്ച്. വേദോസത്തിലൊന്നും നോക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ശ്രദ്ധിക്കുക, വചനം ശ്രദ്ധിക്കുക. ആമേൻ. നമ്മൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ചോ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ നോഹയ്ക്ക് എന്തോ കിട്ടി? ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നീ ഇത്രയും നാളും 35 വർഷം നടന്നിട്ട് എന്നോ കിട്ടിയെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ദൈവകൃപയുണ്ട്. പറയാൻ കഴിയുമോ? പറയണം, എനിക്ക് ദൈവകൃപയുണ്ട്. അതുകൊണ്ട് ദൈവം എനിക്ക് കൃപ തന്നത് കൊണ്ടാണ് നിർത്തി നിന്നത്. ഞാൻ നിന്നതല്ല, അവനെന്നെ നിർത്തിയതാ. ഞാൻ നടന്നതല്ല, അവനെന്റെ വലം കരം പിടിച്ച് നടത്തിയതാ എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയണം, പ്രിയപ്പെട്ടവരെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ആ തലമുറയിൽ ലഭിച്ചു. അപ്പൊ ഈ തലമുറയിൽ ദൈവത്തിന്റെ കൃപ ലഭിച്ചതിന് എത്ര സ്തോത്രം ചെയ്യും. പിതാക്കന്മാർ എങ്ങനെയാ പറഞ്ഞത്? ഇത് ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ പറയാനാ. സ്തോത്രം സ്തോത്രം കർത്താവേ, എന്റെ കർത്താവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, സ്തുതി നിനക്ക് സ്തുതി. അപ്പൊ സങ്കീർത്തനക്കാരൻ പറഞ്ഞു, അവനെന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. നമ്മൾ ധ്യാനിച്ചതാ, എന്റെ ദൈവത്തിന്. അവൻ ദൈവത്തോടുകൂടെ നടക്കുന്നവൻ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് നടക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളെ ഓർപ്പിക്കുകയാ. അങ്ങനെ അല്ല എങ്കിൽ ദൈവം അങ്ങ് ക്ഷമിക്കും. ഇനിയും മുതല് ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കണം. എങ്ങനെയാണെന്നറിയാമോ? ഇന്ന് രാവിലെ എഴുന്നേക്കാൻ കൃപ തന്നപ്പോൾ ദൈവത്തിന് നന്ദി പറയണം. രാവിലെ ഡ്രസ്സൊക്കെ ധരിച്ച് അവൻ ഇവിടേക്ക് കടന്നു വരുവാൻ ദൈവം കൃപ തന്നപ്പം നമുക്ക് സ്തോത്രം ചെയ്യണം. അവൻ രാവിലെ ഞായറാഴ്ച അതിരാവിലെ എഴുന്നേറ്റ് ദേവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ അവൻ നമ്മളെ പ്രാർത്ഥനയുണ്ട്. ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ആലയത്തിലേക്ക് വന്ന് നാളോടും എന്റെ നേർച്ചകൾ കഴിയും. ആരെങ്കിലും പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ സൺഡേ സ്കൂളിൽ പഠിച്ചുകൊണ്ട് ഞാൻ ആ ഭാഗത്ത് അവിടെ കിഴക്കോട്ട് തിരിഞ്ഞെന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ കയറാറുണ്ട്. അപ്പൊ നോക്കിയോണേ, ഇത് വെറുതെ ഇങ്ങനെ കയറി അങ്ങ് പോവുകയാ. എന്താ കാര്യം അറിയാമോ? അവൻ ബഹുമതിപൂർവ്വം ഞാൻ നിന്റെ ആലയത്തിലേക്ക് വന്ന് എന്റെ നേർച്ചകളെ നാൾതോറും കഴിയും. ദൈവത്തിന് സ്തോത്രം. അത് നാൾതോറും എന്നാ പറഞ്ഞിരിക്കുന്നത്. അന്ന് മാത്രമല്ല, എല്ലാ നിമിഷങ്ങളിലും എല്ലാ സമയങ്ങളിലും സ്തുതിസ്തോത്രങ്ങൾ അർപ്പിക്കണം. അതൊരു വിശ്വാസിയുടെ നാവിൽ ദൈവം സ്തുതി കൊടുത്തിരിക്കുക. സ്വർഗത്തിൽ 24 മണിക്കൂറും മാലാഖമാർ ദൈവത്തിന് സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ടിരിക്കുകയാ. അതുകൊണ്ട് സ്തുതിസ്തോത്രങ്ങളാകുന്ന ആമേൻ എന്നാ പറയുന്ന യാഗം നമ്മൾ അർപ്പിക്കണമെന്ന് വേദപുസ്തകത്തിൽ നമ്മളെ ഓർപ്പിക്കുക. അപ്പൊ നോക്കിയേ, നോഹയ്ക്ക് കൃപ ലഭിച്ചു. അടുത്ത വാക്യം, നോഹയുടെ വംശമായിട്ട് അവന് നോഹയ്ക്ക് ചില പ്രത്യേകത ഉണ്ട്. അതാ വായിക്കാൻ പറ്റും. ഒന്ന്, അവൻ നീതിമാനായിരുന്നു, തലമുറ നിഷ്കളങ്കനുമായിരുന്നു. അവൻ നിഷ്കളങ്കനായിരുന്നു. ദൈവത്തോട് കൂടെ നടന്നു. കണ്ടോ? അവൻ നോക്കിയോണേ, ഹാനോക്ക് 300 വർഷം ദൈവത്തോടു കൂടെ നടന്നുവെങ്കിൽ ആമേൻ, ആ തലമുറയിൽ, നോഹയുടെ തലമുറയിൽ നീതിമാനായ ഒരു മനുഷ്യൻ ഉണ്ടായിരുന്നു. അവൻ ദൈവത്തോടു കൂടെ നടക്കുന്നവനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, ഈ ഓൺലൈനിലൂടെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആമേൻ, സ്വർഗത്തിന് അവകാശികൾ ആരാ? നമ്മുടെ പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്, നയവാന്മാർ, നീതിമാന്മാർ. അതുകൊണ്ട് ഇവിടെ പറയുകയാണ്, നീതിമാന്മാർ, നിഷ്കളങ്കന്മാർ. ആമേൻ, അവരെന്ത് ചെയ്യുമെന്നറിയാമോ? അവർ ദൈവത്തോട് കൂടെ നടക്കും. സ്തോത്രം പറയാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ മരുപ്രയാണ യാത്രയില് ഞാനും നിങ്ങളും ദൈവത്തോടു കൂടെ നടത്തപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ ദൈവം വിളിച്ചിരിക്കുക. അതിനുള്ള കൃപയെ നമുക്ക് തന്നിട്ടുണ്ട്. കൃപ തന്നിട്ടുണ്ടോ? ഉണ്ട്. കൃപയും തന്നിട്ടുണ്ട്. സ്തോത്രം. ഇതുവരെ ദൈവം നടത്തി, മേലിൽ നടത്തിയെന്ന് നമ്മൾ വിശ്വസിക്കണം. അതിനുള്ള കൃപ നമുക്ക് എവിടെ നിന്ന് ലഭിച്ച്? പഴയ വിശ്വാസവീരന്മാർ അവർ പിൻപിലേക്ക് നോക്കി, അബ്രഹാമിലേക്ക് നോക്കി, അബ്രഹാമിന്റെ ദൈവത്തെ നോക്കി. അബ്രഹാമിന്റെ ദൈവം അവരെ നീതീകരിച്ചത് എങ്ങനെന്ന് അവർ നോക്കി. എന്നാൽ പുതിയ വിശ്വാസികളായ നമ്മൾ 2000 വർഷത്തിന് പിന്നിലേക്ക് നോക്കണം. ആ കാൽവരിയിലേക്കൊന്ന് നോക്കണം. 3 കാര്യം പാണികളാല് അവേ തുളയ്ക്കാവേ, ആകാശത്തിനും ഭൂമിക്കും മധ്യേ 2 കള്ളന്മാരുടെ മധ്യേ അവൻ ദൈവത്തിന് സ്തോത്രം. അവന് അവിടെ കിടക്കുന്ന കാഴ്ച ഒന്ന് കാണണം. സ്തോത്രം. എന്നിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ?
ആ കാൽവരി ക്രൂശിലെ കർത്താവിന്റെ ആമേൻ ആ തൂങ്ങിക്കിടക്കുന്ന ആ മുഖത്തേക്കൊന്ന് നോക്കണം. നോക്കിയിട്ട് ആമേൻ കർത്താവിനോട് പറയണം, കർത്താവേ, ഇന്ന് പകൽ മുതൽ ആമേൻ ക്രിസ്തുവാകുന്ന പാറമേൽ നീ എന്നെ നിർത്തേണ്ടതിന് നിന്നിൽ ഞാൻ വിശ്വസിക്കുന്നു. നീ എന്നെ കൂടെ കൈക്കൊള്ളണമേ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ദൈവമക്കളായി തീരുകയാ. അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആ തലമുറയിൽ നീതിമാനായവൻ, നിഷ്കളങ്കനായവൻ, ദൈവത്തോടുകൂടെ നടന്നവൻ നോഹയാ ഇന്ന് സ്വർഗം കുനിഞ്ഞു നോക്കുകയാ. ഈ ലോകത്തിൽ ആരുണ്ട് അങ്ങനെ ദൈവത്തോടുകൂടെ നടക്കുന്നവർ ആരുണ്ടെന്ന് സ്വർഗം കുനിഞ്ഞു നോക്കുകയാ. അപ്പൊ നമ്മൾ പറയണം, കർത്താവേ, അതുകൊണ്ട് ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ കടന്നു വന്നിരിക്കാൻ ദൈവം കൃപ തന്നത്. നിന്റെ കൂടെ നടക്കുവാൻ, ആമേൻ, നിന്നോടുകൂടെ നടക്കുവാൻ ഞങ്ങൾ കൊതിക്കുന്നു എന്ന് പറയണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാ പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, അക്കരയ്ക്ക് യാത്ര ചെയ്യും സീയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട, കാറ്റിലെയും കടലിലെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. കാറ്റിലെയോ കടലിലെയോ നിയന്ത്രിപ്പാൻ കഴിവുള്ള പടകിലുണ്ട്. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. അക്കരയാണ് എന്റെ ശാശ്വത നാട്, അവിടെ എനിക്കൊരുക്കുന്ന ഭവനമുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വാസമാം പടകിൽ ഞാൻ യാത്ര ചെയ്യുകയാ. എന്റെ ദേശം എവിടെയല്ല, അത് അക്കരയാണ്. ആ ദേശത്തിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ എന്നെ വീണ്ടെടുത്ത എന്റെ യേശു അധികം താമസമില്ല മധ്യാകാശത്ത് വരുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തോടുകൂടെ നടക്കുവാൻ നമുക്ക് കഴിയണം. അപ്പൊ ഒന്നാം ഇസ്രായേലായ മക്കൾ എന്ത് ചെയ്യണം? അവർ ദൈവത്തോടുകൂടെ നടക്കണം. പ്രിയപ്പെട്ടവരെ, പഴയ ഭക്തന്മാർ ദൈവത്തോടുകൂടെ നടന്നു. ആമേൻ. നമ്മള് അബ്രഹാം പിതാവിനെയും വിശദീകരിപ്പാൻ സമയമില്ലാത്തത് കൊണ്ട് എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യത്തില് ആദ്യം അബ്രഹാം പിതാവിനെ നമ്മൾ കാണുന്നുണ്ട്. 11-8 വായിച്ചു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടാനിരുന്ന ദേശത്തേക്ക് യാത്രയാൽ വിളിക്കപ്പെട്ടാറേ. കണ്ടോ? അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. തനിക്ക് അവകാശമായി ദേശത്തേക്ക് എന്ന് പറഞ്ഞ കനാൻ ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ. കണ്ടോ? കനാനിലേക്ക് നിന്നെ വിളിക്കുക എന്ന് പറഞ്ഞു, കനാനിലേക്ക് കൊണ്ടുപോകാൻ പോവാന്ന് പറഞ്ഞു. വിളിക്കപ്പെട്ടാറേ. അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന്റെ കൂട്ടവാസികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും നമ്മുടെ ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, ആദ്യം അത് വായിക്കേണ്ടതായിരുന്നു, ഞാൻ വായിച്ചില്ല. പ്രിയപ്പെട്ടവരെ, കനാനിലേക്കാണ് വിളിച്ചത്. എന്നാൽ അബ്രഹാം പിതാവ് ദൈവത്തിന് സ്തോത്രം സ്വർഗരാജ്യത്തിലേക്കുള്ള കാഴ്ചപ്പാട് കണ്ടു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുമ്പോൾ ഒരു വാക്ക് ഇങ്ങനെ പറയാറുണ്ട്, ആമേൻ, ആ ക്രിസ്തുവിന്റെ ആ ദിവസത്തെ കൂടാതെ അബ്രഹാമിനും കടന്നു പോകുവാൻ കഴിയുകയില്ല. കാൽവരിയിൽ ഒരു യാഗം അർപ്പിക്കാതെ അതേ പാപിയ ഒരു മനുഷ്യൻ സകല പാവം ഏറ്റെടുത്തുകൊണ്ട് കാൽവരിയിൽ ഒരു യാഗം കൂടാതെ പഴയ നിയമ ഭക്തന്മാർക്കും ആമേൻ സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയുകയില്ല എന്ന് അബ്രഹാം പിതാവ് വ്യക്തമായി മനസ്സിലാക്കിയത് കൊണ്ട് അബ്രഹാം പിതാവ് ഇങ്ങനെ പറയുന്നുണ്ട്, അവന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് ഞാൻ സന്തോഷിച്ച് ഘോഷിച്ച് ഉല്ലസിച്ചിരിക്കുന്നു. പുതിയ വിശ്വാസികൾക്ക് അപ്പൊ എത്രയധികമായി സന്തോഷം വേണം. എന്റെ കർത്താവ് അവൻ അന്ന് അവര് വിശ്വസിച്ചു, അവൻ കാൽവരിയിൽ അവൻ യാഗമായി തീരും, വീണ്ടും അവൻ വന്ന് ചേർക്കുമെന്ന് വിശ്വസിച്ചെങ്കിൽ നമ്മുടെ മുൻപിലൂടെ അതേ
കഴിഞ്ഞ ദിവസം എന്റെ മനസ്സിലേക്ക് കടന്നു വന്നൊരു വചനം ഞാൻ ഓർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിനെ നമ്മുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ എന്നെയും നിങ്ങളെയും ശുദ്ധം ചെയ്ത് മയക്കിയത് ആര്? ക്രിസ്തു ആരാകുന്നുവെന്ന്, അവൻ എന്തായി തീർന്നുവെന്ന്, അവൻ ഇനി എന്താകുവാൻ പോകുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ നമ്മുടെ മുൻപിൽ വരച്ച് കാട്ടിയിരിക്കെ നമ്മളെ ശുദ്ധം ചെയ്ത് മയക്കിയത് ആര്? അത് ഈ ലോകത്തിന്റെ പ്രഭുവാണ്. അവനെ നമുക്ക് ആമേൻ ഈ ലോകത്തിൽ ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ ദൈവത്തെയാണ്. ആ ദൈവത്തോട് പിൻപറ്റുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അപ്പൊ നോക്കിക്കോണെ, പഴയ നിയമത്തിന്മാരെ പിൻപോട്ട് നോക്കി. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് ഒരു കാര്യം കൂടെ നമുക്ക് നോക്കാം. എബ്രായ ലേഖനം 12:2. ആമേൻ. പഴയ ഭക്തന്മാർ മുകളിലേക്ക് നോക്കുകയാണ്. വായിച്ചു. വിശ്വാസത്തിന്റെ നായകനും യേശുവിനെ നോക്കിക്കൊള്ളുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. അവര് വിശ്വസിക്കുന്നത് എന്താ? സ്വർഗത്തിൽ ദൈവം ഉണ്ടെന്നാ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. സഹായം ആവശ്യമുള്ളപ്പോ എന്താ? എനിക്ക് എവിടെ നിന്ന് സഹായം വരും? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ ബലത്തിലൊന്നുമല്ല നമ്മൾ എപ്പോഴും ഓർത്തോണം. പലരും ധരിക്കും നമ്മൾ കഴിക്കുന്ന മരുന്നിന്റെ ബലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നുമല്ല. ദൈവം നമുക്കിട്ടിരിക്കുന്ന ആയുസ് അത് അല്പം കൂടെ ഉള്ളത് കൊണ്ട് നമ്മൾ പിടിച്ചു എന്നുള്ളതേ ഉള്ളൂ. ചിലത് ധരിക്കും ഞാൻ വലിയ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാനിവിടെ ജീവിക്കുന്നതെന്ന്. വെറുതെ അല്ല. അവനെ ട്രീറ്റ് ചെയ്ത് സൗഖ്യം ദൈവം കൊടുത്ത് എന്തിനെന്നറിയാമോ? വീണ്ടും മടങ്ങി വരാനാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അവസാന നിമിഷം വരെയും ദൈവം നമ്മളെ വിളിച്ചോണ്ടിരിക്കുക അല്ലേ? അങ്ങനെയല്ലേ സങ്കീർത്തനക്കാരൻ പറയുന്നത്? പ്രഭാതം മുതൽ പ്രദോഷം വരെ ഞാൻ ഭൂമിയെ വിളിക്കുന്നു, ഭൂമിയിൽ അധിവസിക്കുന്ന മനുഷ്യരെ വിളിക്കുന്നു. നോക്കിക്കോണേ, ഈ വചനം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ ഇതുവരെ വിശ്വാസികളായിട്ടില്ലെങ്കിൽ നിങ്ങളെയും ദൈവം വിളിച്ചുകൊണ്ടിരിക്കുക. മകനെ, മകളെ, ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതം കർത്താവിനായി കൊടുക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് മുതൽ നിന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന ഒരു നല്ലവനായ ദൈവമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ എബ്രായ ലേഖനത്തില് കർത്താവ് പറയുക, അതിന്റെ 12 മുതൽ 1 വരെ എബ്രായ ലേഖനത്തില് ഇങ്ങനെ പറയുന്നുണ്ട്. വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. വിശ്വാസ വീരന്മാരുടെ ഒരു പട്ടിക പറയുന്നുണ്ട്. ഞാനിത് ആദ്യം പഠിക്കുമ്പോ ഞാൻ ചിന്തിച്ചത്, ഈ ശലോമോൻ അതിനകത്തില്ലല്ലോ. ഉണ്ടോ? ലോത്തിന്റെ ഭാര്യയില്ലല്ലോ. ലോത്തിന്റെ ഭാര്യയില്ല. ആമേൻ. പോട്ടെ, ദൈവത്തിന്റെ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, ശലോമോൻ ആരായിരുന്നു? ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്നു. അവന്റെ ജ്ഞാനം കേൾക്കുവാൻ ലോകത്തിന്റെ 4 ദിക്കുകളിൽ നിന്ന് ആളുകൾ കടന്നു വരുമായിരുന്നു. പക്ഷെ വലിയൊരു മനുഷ്യനായിരുന്നു. അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയത് കൊണ്ട് അവന്റെ പേര് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. ദേവാലയം പണിതു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എന്താ പറ്റിയേ? ദൈവത്തോടുകൂടെ നടക്കാതെ അവൻ ദൈവത്തിൽ നടന്ന് അവസാന കാലം ജീവിച്ചതുകൊണ്ട് അവന്റെ പേരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ പറയുക, വിശ്വാസത്തിന്റെ നായകൻ അല്ലേ? വിശ്വസിക്കുന്നവർക്കൊരു നായകൻ, വിശ്വാസത്തിന്റെ നായകൻ. ആമേൻ. നമ്മുടെ വിശ്വാസം നമ്മുടെ നായകനിലായിരിക്കണം. അത് പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കണം. അന്ന് പർവ്വതങ്ങളിലേക്ക്, സ്വർഗത്തിലേക്ക് അവർ കണ്ണുകൾ ഉയർത്തിയെങ്കിൽ, സഹായം അവിടെ നിന്ന് ലഭിച്ചെങ്കിൽ, പുതിയ വിശ്വാസി നിന്നോട് പറയുക, നീ മുകളിലേക്ക് നോക്ക്. വിശ്വാസിയായിട്ട് മുകളിലേക്ക് നോക്ക്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിലേക്ക് നോക്കുക. എന്നിട്ട് അടുത്ത വാക്യം, തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷമോർത്ത് അല്ലേ? സന്തോഷമല്ലേ? എന്റെ നിങ്ങളുടെ മുമ്പിൽ ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവർക്കൊരു സന്തോഷമുണ്ട് അല്ലേ? ഓട്ടക്കളത്തിൽ ഓടുന്നവരുടെ സന്തോഷമില്ല. ഈ ട്രാക്കിൽ ഓടുന്ന ആളുകൾക്ക് വലിയ സന്തോഷം. ഒരു 6-10-15 പേര് കാണും. 2-3 ഗ്രൂപ്പായിട്ടായിരിക്കും അവർ പെടുന്നത്. ഒരാൾക്ക് പോലും സന്തോഷമില്ലാതില്ല. അവരെല്ലാം വളരെ പ്രാക്ടീസ് ചെയ്ത് അല്ലേ? ശരീരമെല്ലാം പട്ടിണിയൊക്കെ കിടന്ന്
ഇതിന് ഫസ്റ്റ് കിട്ടത്തക്ക വണ്ണം ഉള്ള ക്രമീകരണം ചെയ്താൽ അവര് ഓടാൻ ശ്രമിക്കുന്നത്. അപ്പൊ അവർക്കൊരു സന്തോഷമുണ്ട് അല്ലേ? എന്നാൽ ദൈവമേതൊരു സന്തോഷമുണ്ട്. എന്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആമേൻ ആ സന്തോഷം ഓർക്കുമ്പോൾ ആമേൻ ഭൂമിയിലുള്ള അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ച ആ ദൈവത്തെ നമ്മൾ ഓർക്കണം. അവൻ ദൈവസിംഹാസനത്തിൽ ഇരിക്കുകയും ചെയ്തു. അപ്പൊ നമുക്ക് മാതൃകയായിട്ടുള്ളത് ക്രിസ്തു. ലോകത്തിന്റെ അപമാനമേറ്റു. പീലാത്തോസ് ഞാൻ അപമാനിതനായിത്തീരുന്നു. സ്വന്തം ജനത്താൽ അവൻ ത്യജിക്കപ്പെട്ടു. യഹൂദന്മാർ അവരെ സ്വീകരിച്ചില്ല. ഇന്നും അവരെ സ്വീകരിക്കുന്നില്ല. അവരിപ്പോഴും യേശു വരും, യേശു വരും, യേശു വരും എന്ന് പറഞ്ഞ് വന്നിരിക്കുക. അപ്പൊ ഞാൻ അവർക്ക് ദൈവമേ, നമ്മളൊക്കെ എന്ത് ഭാഗ്യമുള്ളവർ. നമ്മുടെ പിതാക്കന്മാരുടെ യേശുവിനെ രുചിച്ചറിയാൻ നമുക്ക് ദൈവം ഭാഗ്യം തന്നത് എത്ര വലിയ ഭാഗ്യമാണ്. അപ്പൊ ഞാൻ നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും മുകളിലേക്ക് വിശ്വാസികൾ, ഓട്ടക്കളത്തിൽ ഓടുന്ന വിശ്വാസികൾ എന്ത് ചെയ്യണം? മുകളിലേക്ക് നോക്കണം അല്ലേ? മുകളിലേക്ക് നോക്കുമ്പോൾ മറ്റു ചിന്തകളൊന്നും വരരുത്. പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ക്രിസ്തുവിലേക്ക് നോക്കണം. അവൻ പിതാവിനെങ്കിലേക്ക് നോക്കാനുള്ള യോഗ്യത നമുക്കില്ല. ക്രിസ്തു മുഖാന്തരം ആ യോഗ്യത നമുക്ക് ദൈവം തന്നിരിക്കുകയാ. അവൻ അടുത്തുകൂടാൻ വയ്യാത്ത വെളിച്ചത്തിൽ വസിച്ചവനായ ആ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഇന്നും അടുത്തുകൂടാൻ കഴിയുകയില്ല. ഇനിയും നമ്മൾ രൂപാന്തരപ്പെട്ട ശരീരത്തിലല്ലാതെ ആ ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയുകയില്ല. എന്നാൽ പുത്രൻ മുഖാന്തരം അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമുക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആമേൻ. എബ്രായ ലേഖനം 12:1 ഒന്നുകൂടെ വായിച്ചു. ആകയാൽ നാമും സാക്ഷിയുടെ ഏറ്റവും വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും ഉടപ്പറ്റുന്ന ഭാവം വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ് ആകയാൽ നാമും സാക്ഷികളുടെ വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നമ്മുടെ മുമ്പിലുള്ളത് ആര്? സാക്ഷികൾ. സഭ രക്തസാക്ഷികളുടെ രക്തമാണ് സഭയ്ക്ക് വിത്തായി തീർന്നത്. അപ്പം കർത്താവിന് വേണ്ടി രക്തസാക്ഷികളായി തീർന്ന അനേക സഹോദരന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ് ആകയാൽ നാമും സാക്ഷികളുടെ വലിയൊരു സമൂഹം. അതുപോലെ ഈ സഹതാമാര് അവരൊക്കെ സഹതമാന്മാരായിത്തീരാൻ കാരണം എന്നറിയാമോ? അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം അവർ സ്ഥിരതയോടെ ഓടിയത് കൊണ്ടാണ്. അവരുടെ ഉള്ളിൽ ഒരു സന്തോഷമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്വർഗം ലഭിക്കുമെന്ന്. മരണത്തെ മുഖാമുഖം കണ്ടപ്പോഴും അവര് ആ ദൈവത്തെ തള്ളി പറഞ്ഞില്ല അല്ലേ? ഞാനെപ്പോഴും പറയുന്നൊരു കഥയുണ്ട്. ഒരു പള്ളിയില്, യൂറോപ്യൻ രാജ്യത്തൊരു ദേവാലയത്തിൽ നമ്മള് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറയുക. ഇതങ്ങോട്ട് പറയും ഞാൻ എത്ര വട്ടം കേട്ടതാ, ഇനി ഇത് കേൾക്കണമെന്ന് ചിന്തിക്കരുത്. ഇത് എൻ്റെ ദൈവമേ, ഇത് എനിക്കുള്ളതാണല്ലോ എന്ന് വിചാരിച്ച് ചിന്തിച്ചിരുന്നാൽ നമുക്കൊരു ദൈവകൃപ ലഭിക്കും. ആമേൻ. ഒരു പള്ളിയില് പട്ടാളക്കാർ വന്ന് പള്ളിയുടെ ഇത് മുഴുവൻ അടച്ച്, എന്നിട്ട് ഒരു വാതില് മാത്രം തുറന്ന് വെച്ചിട്ട് ഒരു ബൈബിൾ അവിടെ വെച്ചു. ആ ബൈബിള് വെച്ചിട്ട് ഒരു മെത്തഡിസ്റ്റ് ദേവാലയമാ. ബൈബിള് വെച്ചിട്ട് ആമേൻ എല്ലാവരോടും പറഞ്ഞു, എന്താ പറയുന്നറിയോ? നിങ്ങൾക്ക് ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ ബൈബിളിനെ ചവിട്ടി ആമേൻ ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞു. ഈ ചോദ്യം നമ്മോട് ചോദിക്കുക. നമ്മളെല്ലാം റാണി സെന്റ് തോമസ് വലിയ പള്ളിയിൽ ഞായറാഴ്ച ഇരിക്കുക. വന്നങ്ങ് കൂട്ടിയിട്ട് സെൻട്രലിലെ ആ ഫ്രണ്ടിൽ ഒരു ബൈബിൾ വെച്ചു. ബൈബിൾ വെച്ചിട്ട് ചവിട്ടി പോകാൻ പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഉത്തരം. അതുകൊണ്ട് എന്നോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം. എല്ലാ ആളുകളും ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ആ പള്ളിയിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും ആ ബൈബിളിൽ ചവിട്ടി അതിനെ തുപ്പി പുറത്തിറങ്ങി പോയപ്പോ ഒരു പെൺകുട്ടി മാത്രം ലാസ്റ്റിൽ അവളുണ്ട്. എന്നാന്നറിയാമോ? അവൾ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കി അവൾ യാത്ര ചെയ്തവളാ. അവളുടെ ഹൃദയത്തിൽ ഒരു സന്തോഷമുണ്ട്. നസ്രായനെ അനുഗമിച്ചാൽ എനിക്കൊരു സ്വർഗം കിട്ടുമെന്ന് സന്തോഷമുണ്ട്. അവിടെ മാതാപിതാക്കളും എല്ലാവരും പോയപ്പോൾ ആമേൻ, പട്ടാളക്കാരൻ ഒരുത്തൻ തോക്കുമായിട്ടാണ് നിൽക്കുന്നേ. നിങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതുകൊണ്ട് ബാക്കി എനിക്ക് പറയാം. ഇനി ഞാൻ മുന്നോട്ട് പോവുകയാ. ആമേൻ. ദൈവത്തിന് സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്ര. പെൺകുട്ടി ആമേൻ അവിടെ കുത്തിയിരുന്നു. കഥയൊന്നും കേട്ടോ, സംഭവിച്ച സംഭവം. കുത്തിയിരുന്ന് അവളുടെ തലയിലിട്ട എന്താ പറയുന്ന
ആ ഷാള് എടുത്ത് ഈ മനുഷ്യര് മുഴുവൻ തുപ്പിയ തുപ്പല് അവള് തൂത്ത് ആ ബൈബിള് വൃത്തിയാക്കിയിട്ട് അവളുടെ നെഞ്ചത്തോട്ട് വെച്ചപ്പം അവൻ പടയാളി വെടിവെച്ച് അവൻ ദൈവത്തിന് സ്വതന്ത്ര ആ ഉണ്ടല്ലോ ആ വേദവസ്ത്രത്തിലൂടെ തുളച്ച് കയറി അവളുടെ ഹൃദയത്തില് കടന്ന് അവൾ ആ സമയത്ത് മരിച്ചു. എത്രയോ പേര് സാക്ഷികളുടെ വലിയൊരു സമൂഹമാണ്. ഇവര് നല്ലവരാ നമുക്ക് ചുറ്റും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്ന സാക്ഷികളെന്നും പറഞ്ഞ് വലിയൊരു ജനവിഭാഗത്തെ നമുക്ക് കാണാം. എന്നാൽ കർത്താവിന് വേണ്ടി നിൽക്കുന്നവര് വളരെ വിരളമാണ്, ചുരുക്കമാണ്. എന്നറിയാമോ, ആദ്യം എന്റെ മനസ്സിൽ പിന്നെ വന്നു അദ്ദേഹം വിട്ടുപോയി പോകരുത്. കർത്താവ് സ്വർഗ്ഗാരോഹണം ചെയ്യുമ്പോൾ കുറച്ച് ശിഷ്യന്മാരെ വിളിച്ചോണ്ട് പോയിട്ടു. ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇത് പറയുമ്പോൾ എന്തൊരു വേദന നമ്മുടെ ഹൃദയത്തിലുണ്ടാണെന്ന് അറിയാം. ദൈവമേ, ഞാൻ ഇത്രയും നാൾ ഓടിയിട്ട് ഞാൻ അതിനകത്ത് ഇല്ലയോ? അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ടി. അങ്ങനെ ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത. വചനം ദൈവത്തിന്റെ സ്വന്തം മനനം ചെയ്യണം. വചനം നമ്മൾ ധ്യാനിക്കണം. അപ്പൊ നമുക്ക് സന്തോഷം ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, അപ്പൊ നോക്കിയ കർത്താവ് കുറെ പേര് അപ്പൻ എന്നവർ എത്രയായിരുന്നു ഞാൻ അതൊന്നും കണക്കെടുക്കുന്നില്ല. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ അപ്പം ഉണ്ടാക്കി തിന്നിട്ട് നല്ലതാ എന്നും പിന്നെ അങ്ങ് പോവായിരുന്നു. ഒത്തിരി പേര് പോയി. ദൈവത്തിന്റെ സ്വതന്ത്രം അപ്പം കണ്ടത് കൊണ്ട് അനേകര് പോയി. ദൈവത്തിന്റെ സ്വതന്ത്രം നാളെ ചെന്നാലും ഇപ്പൊ ഇന്നും അങ്ങനെയാ. കൂട്ടായ്മകളിലൊക്കെ ഉച്ചയ്ക്ക് നല്ലൊരു ഫുഡുണ്ടെങ്കിൽ ആ ഓട് നിറച്ചാണ്. അത് ബിരിയാണി അവിടെ ആണെന്നെങ്കിൽ പറയും വേണ്ട. ദൈവത്തിന് സ്വതന്ത്രം. ഹല്ലേലൂയ. എന്നാൽ നമ്മള് അതൊന്നും കണ്ടോണ്ടല്ല, നമ്മൾ നമ്മുടെ ദൈവത്തെ കണ്ടോണ്ടിറങ്ങിയതാ. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നത്. അപ്പൊ നോക്കിയ ഒരു മലയിലേക്ക് പോവുകയാണ്, താൻ ഉയർത്തെഴുന്നേൽക്കാൻ പോവുകയാണ്. ഞാൻ അത് ഓർത്തപ്പോഴാ ഓർത്തത്. കർത്താവ് അരിമത്തിലെ യോസഫിനോട് ചോദിച്ചില്ല നിന്റെ കല്ലറ വരാമോന്ന് ചോദിച്ചു. പക്ഷെ കർത്താവിനെ അടക്കേണ്ടതിന് അരിമത്തിയിലെ യോസഫ് കൊടുക്കുമെന്ന് അവന്റെ പിതാവായ ദൈവത്തിന് അറിയാമായിരുന്നു. അരിമത്തിയിലെ യോസഫ് നിക്കോദിമോസും അവന്റെ ശവശരീരം പീലാത്തോസിനോട് ചോദിച്ച് വാങ്ങിച്ച് അടക്കം ചെല്ലുവാനായിട്ട് ചെല്ലുമ്പോ ആരെയും വെച്ചിട്ടില്ലാത്ത അരിമത്തിയിലെ യോസഫിന്റെ കല നമ്മൾ കൊടുക്കും. ഒരു സഹോദരൻ ഇടാൻ പറഞ്ഞ ഇടത്തിൽ ഇന്നത്തെ ക്രിസ്ത്യാനികൾ സഹോദരന്റെ കല്ലറ ഇല്ല. അവൻ വീട്ടിൽ വന്ന് പറയുക, ഒന്നിടാമോ, സഹോദരനെ അതിനകത്തോട് ഇട്ടേക്കാമോ? പിന്നെ അവനെ ഇട്ട് കഴിഞ്ഞാൽ ഉടനെ നീ അവന്റെ ആൾക്കാരെല്ലാം ഇടണമെന്ന് പറയും. വിശ്വാസികൾ പറയത്തില്ല, അല്ലാത്തവർ പറയും. പ്രിയപ്പെട്ടവരെ, അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവത്തിന് സ്തോത്രം. അവനൊരു കല്ലറ കൊടുത്തു ദൈവം. ഹല്ലേലൂയ. അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയാ. എന്താ 3-ാം ദിവസം എന്റെ യേശു എന്നിട്ടിട്ട് പറഞ്ഞു, യോസഫേ, നിന്റെ കല്ലറ നീ എടുത്തോ. ഒരു കേടും കൂടെ അതിച്ചു കൊടുത്തു. സ്തോത്രം പറയുന്നില്ലോ. എന്താ ദൈവം ഒരു കേടും കൂടാതെ അവന്റെ കല്ലറ നീച്ചു കൊടുത്തത്. എന്റെ യേശു അങ്ങനെ. യേശുവിനെ അനുഗമിച്ചാൽ അവൻ നല്ലതേ കൊടുക്കത്തുള്ളൂ. അവനെയോട് അടക്കം ചെയ്തെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ അവന്റെ പഴയ കല്ലറ തിരികെ കൊടുത്തെങ്കിൽ, പ്രിയ ദൈവമേ, നിന്നെ അവൻ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിശ്വസ്തന. നിന്റെ ജീവിതത്തിൽ നിന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ അവൻ പറഞ്ഞു വിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. അപ്പൊ നോക്കി, ഓട്ടക്കളത്തില് നാം സാക്ഷികളുടെ വലിയൊരു സമൂഹവും നമുക്ക് ചുറ്റിലുമുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എന്ത് ചെയ്യണം? എല്ലാത്തിലും ദൃഷ്ടി മാറ്റി ക്രിസ്തുവിൽ നോക്കണം. എന്നിട്ട് ലോകം, പാപം, പിശാച് ഇതിനെ ജയിച്ചുകൊണ്ട് സർവപ്രധാന ഓട്ടക്കാരനായ ക്രിസ്തുവിനെ മാത്രം നോക്കി നമ്മുടെ നോട്ടം ഉറപ്പിക്കണം. ലോകം, പാപം, ദേവദാസം പാടി, ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ശത്രു എന്നെ കാണുകയില്ല, ലോകം പാപം പിശാചിനെ തൊടുകയില്ല, ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. നിന്റെ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. മറവിലാണ് ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. എന്താ കാരണമെന്നറിയാമോ? സർവപ്രധാന ഓട്ടക്കാരനായിരുന്നു യേശു കർത്താവ്. ഞാൻ പറഞ്ഞല്ലോ, അവന്റെ സ്വർഗ്ഗാരോഹണ സമയത്ത് കുറച്ചു പേരേ ഉള്ളൂ.
എന്നാൽ ഇന്ന് ലോകത്തിന്റെ ആമേൻ നാല് ദിക്കുകളിൽ നിന്ന് അവന്റെ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വലിയൊരു സമൂഹം മരിച്ചു പോയവരുണ്ട്. ഇന്ന് ജീവനോടിരിക്കുന്നവരുണ്ട്. ദൈവത്തിന്റെ വേല ചെയ്ത് മരണമാണെങ്കിൽ മരണം, ജീവനാണെങ്കിൽ ജീവൻ എന്നുള്ള ആഗ്രഹത്തില് ആമേൻ പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. അന്ന് കുറച്ചു പേരെ ഉള്ളെങ്കിൽ ആമേൻ കോടാനുകോടി ജനങ്ങൾ ക്രിസ്തുവിനെ അനുധാവനം ചെയ്തവരുന്നുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഓർക്കണം, ഓട്ടക്കൂടത്തിൽ ഓടുന്നവർ അനേകരാണെങ്കിലും നമുക്കൊരു തന്നിരിക്കും ഓടാനായിട്ട്, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടുപോകാൻ. അപ്പോൾ ഓട്ടക്കളത്തിൽ ഓടുമ്പോൾ നമ്മുടെ ചിലരൊക്കെ കാണും. എന്നാൽ ബിരുദ പ്രാപിപ്പാൻ തക്കവണ്ണം നമ്മൾ ഓടണം. നമ്മുടെ വിശ്വാസം നമ്മൾ കാത്തു സൂക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർത്താവാണ് നമ്മുടെ വിശ്വാസത്തിന്റെ നായകൻ. കർത്താവ് മുന്നമേ പോയി നമുക്കായി വഴിതെളിച്ചിരിക്കുക. ആമേൻ ആമേൻ. വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് കർത്താവ് മാതൃകയായിരിക്കുമ്പോൾ ആമേൻ അത് കർത്താവിന്റെ മുമ്പിൽ ഞാനും നിങ്ങളും തെളിയിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. നിങ്ങൾ ഓർക്കണം, നമ്മൾ ദൈവമക്കളെ ദൈവത്തിൽ നിന്ന് അല്പം അകന്നു പോയാൽ കർത്താവിന് എന്തൊരു ദുഃഖമാണെന്നറിയാം. ഞാൻ അവനെ കാലകാലങ്ങളിൽ വിളിച്ചത്, വേർതിരിച്ചത്, എത്ര വിടുതൽ സൗഖ്യം അവന് കൊടുത്തത്. അവൻ തെറ്റിപ്പോയല്ലോ എന്നോർത്ത് കർത്താവ് അവൻ ദുഃഖിക്കുകയാ. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഒന്ന് കർത്താവ് ഓട്ടം ആരംഭിക്കുക മാത്രമല്ല, അവനോടുന്ന ഓട്ടം ആരംഭിച്ചത് ആമേൻ ആ ഓട്ടം ആരംഭിച്ച് വിജയകരമായി നമ്മുടെ കർത്താവ് അത് പൂർത്തീകരിച്ചു. ഇനി നോക്കിയ കർത്താവിന്റെ ഓട്ടങ്ങൾ എവിടെയായിരുന്നു? നമുക്കറിയാം, ഇവിടെ ഒരു 100 മീറ്റർ ഓട്ടമാണെങ്കിൽ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് അതിന്റെ ലാസ്റ്റ് വരെ ആ ഓട്ടം. കർത്താവിന്റെ ഓട്ടം എവിടുന്നായിരുന്നു? എവിടുന്നാ തുടങ്ങി? സ്വർഗത്തിൽ നിന്ന് തുടങ്ങി. കർത്താവിന്റെ ഓട്ടം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്ന് അവൻ ഓടി എന്നിട്ട് എവിടെ വന്നു? ബേത്ലഹേമിൽ വന്നു നിന്നു. സ്വതന്ത്രം. നിങ്ങളുടെ മനസ്സങ്ങോട്ട് പോകുന്നുണ്ടോ? അതാ വീട്ടിലോട്ടോ? കേൾക്കുന്ന ആമേൻ, ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മനസ്സെവിടെയാ? ആമേൻ. എന്താണെന്നറിയാമോ? കർത്താവിന്റെ ഓട്ടം ആരംഭിച്ചത് സ്വർഗത്തിൽ നിന്നാണ്. എന്നിട്ട് അവൻ ബേത്ലഹേമിൽ വന്നു നിന്നു. വിശുദ്ധ കന്യമറിയാമിൽ അവൻ പൂജാതനായി തീർന്നു. അവൻ മനുഷ്യനായി പിറന്നു. അതുകൊണ്ടാണ് 90-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൽ പറയുന്നത്, മർത്യരെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നത്. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്ന് അരുളി ചെയ്യുന്നു. കേട്ടോ? ആദ്യം അത് അണ്ടർലൈൻ ചെയ്യണം. മർത്യരെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും അവരെയാ മർത്യർ എന്ന് പറയുന്നത്. മർത്യരെ പൊടിയിലേക്ക് മടങ്ങി. അത് ദൈവ നിയമം അല്ലെ? ആരെ കൊണ്ട് നമ്മുടെ സംസ്കാര സുഷയിലും പറയും, മനുഷ്യ നീ മണ്ണാകും, മണ്ണിലേക്ക് തിരികെ ചേരുന്നു. മർത്യർ. അടുത്ത വാക്യം വേറെ വിശ്വാസിക്ക് സന്തോഷം തരുന്ന വാക്യം എന്താ? മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീരെന്ന്. ഈ ലോകത്തിൽ ഒത്തിരി സമ്പാദിച്ചിട്ട്, ഈ ലോകത്തിൽ ഒത്തിരി നേടിയിട്ട് ഒരു കാര്യമല്ല പ്രിയപ്പെട്ടവരെ. നീ എന്ത് ചെയ്യണം? മനുഷ്യപുത്രനാകണം. അപ്പൊ അതിനുവേണ്ടി ഒരു മനുഷ്യൻ ഭൂമിയിൽ ബേത്ലഹേമിൽ വന്നു നിന്നു. അവന് ആ ബേത്ലഹേമിൽ നിന്ന് കാൽവറിയിലേക്ക് ഓടി. ദൈവത്തിന് സ്തോത്രം. അല്ല, അതിനു മുമ്പുണ്ട്. അവിടെ നിന്ന് അവൻ ഓട്ടം ആരംഭിച്ച് ആമേൻ, ദൈവത്തിന് സ്തോത്രം, ആമേൻ, കാൽവറിയിലേക്ക് ഓടി. കാൽവറിയിൽ നിന്ന് കല്ലറയിലേക്ക് ഓടി. കല്ലറയിൽ നിന്ന് അവൻ 3-ാം ദിവസം അവനെ ഉയർത്തെഴുന്നേറ്റു. വീണ്ടും അവനെ 40 ദിവസം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്ത് വന്ന സ്ഥാനത്തേക്ക് തന്നെ നമ്മുടെ കർത്താവ്. അതാ നമ്മുടെ പ്രത്യാശ, അതാ നമ്മുടെ വിശ്വാസം. നമ്മുടെ കർത്താവ് സ്വർഗത്തിലിരുന്ന് ഇത് കാണുന്നുണ്ട്. ദൂതന്മാര് കാണുന്നുണ്ട്. നിങ്ങൾ വന്നിരുന്ന ഈ നിമിഷങ്ങളൊന്നും വെറുതെയല്ല. ഇത് സ്വർഗത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം തരുന്ന നിമിഷങ്ങളാ. എന്നെ ഓൺലൈനിൽ കേൾക്കുന്ന പ്രിയ ദൈവമേ, നീ 1 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ ഈ ഇത് ശ്രദ്ധിച്ചുവെങ്കിൽ സ്വർഗം നിന്നെ നോക്കുന്നുണ്ട്. നിന്റെ ഭവനത്തിലോ വീട്ടിലോ വാഹനത്തിലോ എവിടെയായിരുന്നാലും നിന്നെ നോക്കി സന്തോഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് ഇനിയും വരുന്നത് മധ്യാകാശത്ത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പാട്ടുണ്ട്, അതിന്റെ സംഭവം ഞാൻ വിവരിക്കുന്നില്ല. മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, എനിക്കായി മുറിവേറ്റതാ അവൻ മുഖം മുത്തുവാൻ, എനിക്കായി മുറിവേറ്റതാ അവൻ മുഖം മുത്തുവാൻ,
മരുഭൂമിയിലാ വേഴാമ്പൽ പാർക്കുന്നത്. വല്ലപ്പോഴുമൊക്കെ ഒരു മഴ വരുമ്പോൾ അതിങ്ങനെ വാ പൊളിച്ച് പിടിച്ച് അത് കുടിച്ച് അതിന്റെ ദാഹം തീർക്കത്തുള്ളൂ, അതിന് തീർക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെയാ വിശ്വാസി ഇവിടെ ആമേൻ ചിത്രീകരിച്ചിരിക്കുന്നത്. വെള്ളത്തിനായി കേഴുന്ന കരയുകയാണ്. വേഴാമ്പൽ പോലെ വെള്ളമില്ല, വെള്ളത്തിനായി ആത്മശക്തിക്കായി ആഗ്രഹിക്കുന്ന കേഴുന്ന ദൈവമൈതലിന്റെ മേൽ ദൈവിക ആത്മശക്തി പകരും. അതാ ക്രിസ്തു പറഞ്ഞത്, എന്നിൽ നിന്ന് കുടിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. എന്നിൽ നിന്നല്ലാതെ വേറെ ഒരിടത്തു നിന്നും കിട്ടുകയില്ല. ഇത് ഈ ജീവജല നദികൾ ഒഴുക്കും കൊടുത്തിരിക്കുന്നത് ക്രിസ്തു മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഓർപ്പിക്കുകയാണ്, ആമേൻ, വേഴാമ്പലിനെ പോലെ നമ്മൾ ദാഹിക്കണം, ആത്മദാനം നമുക്കുണ്ടാകണം. ആമേൻ. എന്തിനാ? ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ അതിന് ദൈവം ഇടയാക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ മുൻപോട്ട് പോകട്ടെ. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞു, ആമേൻ, പഴയ ഭക്തന്മാർ പിൻപിലോട്ട് തിരിഞ്ഞു നോക്കി. അവരുടെ പിതാവായ അബ്രഹാമിനെ കണ്ടു, അബ്രഹാമിന്റെ ദൈവമാകുന്ന ദൈവത്തെ കണ്ടു. അത് ഹാബേൽ അനുസരിച്ചത് കൊണ്ട് ഹാബേലിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. ഹാബേലും കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കല് എഴുന്നേറ്റ് വരും. പ്രിയപ്പെട്ടവരെ, ആമേൻ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത് പറയുകയാണ്, വിശ്വാസികളായ നമ്മോടും പറയുക, നമ്മൾ മുകളിലേക്ക് നോക്കണം. പിതാവിന്റെ വലത്തുഭാഗത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ നമ്മൾ നോക്കണം. അതാ ഞാനിവിടെ ഓർത്തത്. കർത്താവ് തന്റെ ഓട്ടം സ്വർഗത്തിൽ നിന്ന് ആരംഭിച്ച് സ്വർഗത്തിൽ തന്നെ അവസാനിപ്പിച്ചു. അത് നമ്മൾക്ക് ഒരു സന്തോഷകരമായ അനുഭവമാണ്. അതുകൊണ്ട് എനിക്കും ഈ ഓട്ടക്കളത്തിൽ ഓടി കർത്താവിനോടുകൂടെ അവിടെ ചേരുവാൻ കഴിയുമെന്നുള്ള അവിശ്വാസമാണ് നമ്മളെ നിലനിർത്തുന്നത്. മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞ് വേഗത്തിൽ വാക്കുകൾ അവസാനിപ്പിക്കാം. നമ്മൾ മുൻപോട്ട് നോക്കുക. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 13-ാം വാക്യം. നമ്മൾ മുൻപോട്ട് നോക്കുക. തീത്തോസിന്റെ ലേഖനം 2:13. പ്രപഞ്ചമോഹങ്ങളും തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടി ജീവിച്ചു പോകേണ്ടതിനെ അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, ആമേൻ, തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട്. അല്ലേ? നമ്മളാരും തിരസ്കരിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ നമ്മളിൽ ദൈവിക അംശമുണ്ട്, തേജസ്സിന്റെ അംശമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുകയാണ്, തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ഭക്തികേട്. എന്താ ഭക്തികേട്? അവരവർ തന്നെ ചിന്തിച്ചാൽ മതി, ഞാനിവിടെ പറയുന്നില്ല. എന്താണ് ഭക്തികേട്? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഏത് പ്രവൃത്തി ചെയ്താലും അത് ഭക്തികേടിൽപ്പെടുന്നത്. സ്വതന്ത്രം പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് നമ്മളെ കുറിച്ച് നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തി ഇഷ്ടമല്ലെങ്കിൽ അത് ഭക്തികേടിന്റെ അനുഭവമാണ്. രണ്ടാമത് പറയുകയാണ്, പ്രപഞ്ചമോഹങ്ങള്. ഈ ലോകം ഒത്തിരി സന്തോഷം നൽകുന്ന കാര്യങ്ങളാണ്, ഇല്ലേ? കഴിഞ്ഞിടയ്ക്ക് പേപ്പറിൽ കണ്ടതുപോലെ ചന്ദ്രനില് ശരീരം അടക്കാനായിട്ട് ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞു. ഒത്തിരി പേര് കൊടുത്തു, എത്ര ഒരു കോടാനുകോടി രൂപ കൊടുത്തു. അവർക്ക് ഭൂമിയെ വേണ്ട, അതുകൊണ്ട് ചന്ദ്രനില് വിവരം ധരിക്കുന്ന ചന്ദ്രനിൽ ചെന്ന നേരിട്ട് സ്വർഗത്തിലോട്ട് പോകുന്നു. പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ മറന്നു പോകരുത്. അതിനുവേണ്ടി എത്ര പൈസ വേണമെങ്കിലും കൊടുക്കും. എന്താ അതിന്റെ അറിയ? പ്രപഞ്ചമോഹങ്ങൾ അവരിലുള്ളത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഒരു വിശ്വാസിയോട് ദൈവാത്മാവ് പറയുകയാണ്, അത് നീ വർജിക്കണം. എന്നിട്ട് നീ എന്ത് ചെയ്യണം? ഈ ലോകത്തിൽ സുബോധത്തോടും അതെനിക്കട്ടെ, ഈ ലോകത്തിൽ സുബോധത്തോട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവുള്ളവന് സുബോധമുള്ളൂ. ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നവരെ നോക്കുക. നമ്മൾ ഓർക്കണം, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറുപടി ലഭിച്ചില്ലെങ്കിൽ നമ്മളെ ശിക്ഷിച്ച് വളർത്തുകയാണ് ദൈവം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും. ഞങ്ങൾ എത്ര വർഷം പ്രാർത്ഥിച്ചു എനിക്ക് തന്നെ അറിയില്ല. 18 വർഷക്കാലം അല്ല, 18
15 വർഷക്കാലം പ്രാർത്ഥിച്ച ഒരു വിഷയത്തിന്റെ വിടുതലിനായി. പക്ഷെ ദൈവം തന്നില്ല. പക്ഷേ ആ ദിവസം ഞങ്ങൾക്ക് ദൈവം വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാൻ എന്നും ഓർക്കുന്ന കാര്യമുണ്ട്. ആമേൻ. എത്ര നമ്മൾ പ്രാർത്ഥിച്ചാലും ചില വിഷയത്തിന്റെ മേൽ മറുപടി ലഭിക്കാതിരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം നമുക്ക് തരാതിരിക്കുന്നതല്ല. അത് ദൈവത്തിന് അതിനെപ്പറ്റി ഒരു പ്ലാൻ ഉണ്ട്, ഒരു പദ്ധതി ഉണ്ട്. ആ പ്ലാനും പദ്ധതിയും നമ്മൾ അംഗീകരിക്കുകയാണ്. ഞാൻ എന്നും ഓർക്കും എന്റെ മകന്റെ നിര്യാണ സമയത്ത് ആമേൻ എരുവേലിയിലാണ് ഞാൻ പ്രസംഗിക്കാൻ പോകേണ്ടത്. നിങ്ങൾ കേട്ടതാണെങ്കിലും കേൾക്കാത്തവരാ ഇതിനകത്ത് ഒത്തിരി പേരുണ്ട്. ഞാൻ പറയും, അന്ന് ഞാൻ വൈകിട്ട് പ്രസംഗിക്കാൻ പോകേണ്ട എരുവേലിയില്ല. ഞാൻ പ്രാർത്ഥിക്കാതിരുന്നപ്പോൾ ദൈവാത്മാവ് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു, നീ പോകണ്ട. ഞാൻ ചോദിച്ചു, കർത്താവേ നീ അയച്ചിടത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പോകണ്ടായോ? വീണ്ടും എന്നോട് പോകണ്ട എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പ്രിയം വെച്ച കർത്താവിന്റെ അടുക്കിലേക്ക് ഞങ്ങളുടെ മകൻ കടന്നുപോയി. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഞാൻ കഥയോ സ്റ്റോറിയോ ഒന്നും പറയാത്തത്. ഞാൻ അതുകൊണ്ടാണ് വചനം മാത്രം സംസാരിക്കുന്നത്. ആ വചനത്തിലുള്ള വിശ്വാസം, ആമേൻ, ക്രിസ്തുവിനുള്ള പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് വചനം നമ്മൾ ആമേൻ ധ്യാനിച്ചെങ്കിലേ, വചനം ഗ്രഹിച്ചെങ്കിലേ. നമ്മളൊരു തമാശ കേട്ടാല് ആ തമാശ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് മറക്കും, പിന്നെ വീണ്ടും ഓർപ്പിച്ചാലേ ഓർക്കുകയുള്ളൂ. എന്നാൽ നിന്റെ ഹൃദയത്തിന്റെ കെട്ടിടങ്ങളില് ഈ വചനം ആലേഖനം ചെയ്താൽ ആമേൻ അത് നിന്റെ നിത്യത വരെ നിന്നെ പിന്തുടരും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മൾ കേട്ട വചനം അനുസരിച്ച് നമ്മളെ ന്യായം വിധിക്കുമെന്ന്. ഹല്ലേലൂയ. ആ ന്യായം നമ്മളെ നരകത്തിലേക്ക് തള്ളാനല്ല, നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കാതെ ഇരിക്കാൻ ഒരുപക്ഷെ സാധ്യതയാവും വചനം അനുസരിച്ചില്ലെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മുൻപോട്ട് നോക്കുക. ക്രിസ്തുവിന്റെ വരവിനായി തീത്തോസ് 2:13 ആമേൻ ക്രിസ്തു അവിടെ പറയുന്നു, തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തുകൊണ്ട് ആമേൻ നമുക്കൊരു തേജസ്സുള്ള ശരീരം ലഭിക്കും. അതിനെ കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും പിന്നെ പറയാം നീതിയോടും. നീതി ഈ ലോകത്തിൽ ലഭിക്കും, എനിക്കറിയില്ല. പക്ഷെ വിശ്വാസി നീതിയോടെ ജീവിക്കണമെന്ന് പറയും. എവിടെയെങ്കിലും നീതി കിട്ടുമോ ഈ ലോകത്തില്? എന്നാൽ വിശ്വാസിക്ക് നീതി ദൈവം കൊടുത്തോളൂ. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ പറയുന്നത് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ദൈവഭക്തിയോടും കൂടെ നീതിയോടും ദൈവത്തിലുള്ള ഭക്തി, എന്നെ വീണ്ടെടുത്ത യേശുവിലുള്ള ഭക്തി, എന്നെ രക്ഷിച്ച ക്രിസ്തുവിലുള്ള ഭക്തി, അവനെ അയച്ച പിതാവിനുള്ള ഭക്തി, അവൻ ദൈവഭക്തിയോടെ ജീവിച്ചു പോരേണ്ടതിന് അവനെ നമ്മളെ ശിക്ഷിച്ച് വളർത്തുകയാണ്. അപ്പൊ നമുക്കൊരു രോഗം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിച്ച് വളർത്താനാണ് നോക്കുന്നത്. നമ്മള് വീടൊരു അപകടം സംഭവിച്ചെങ്കിൽ നിന്നെ അത് ശിക്ഷിച്ച് വളർത്താനാണെന്ന് ഓർത്തോ അല്ലേ? ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒത്തിരി കാര്യങ്ങളുണ്ട്, എങ്കിലും അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന അനുവദിച്ച. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആമേൻ നമ്മുടെ കർത്താവ് സഭയെ സ്വീകരിക്കാൻ രണ്ടാമത് വരുന്നത് ആമേൻ മധ്യാകാശത്താണ്. ഞാനതൊന്നും പറയുന്നില്ല. ആമേൻ മുൻപോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുകയാണ്. ഈ ലോകം മുഴുവനും അതിന്റെ വ്യവസ്ഥയും ദുഷ്ടന്റെ അധീനതയിലും ദൈവത്തിന്റെ ശിക്ഷയും കീഴിലുമാണ്. അതുകൊണ്ട് ആ ശിക്ഷയും കീഴിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസികൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവൻ. അതുകൊണ്ട് പ്രപഞ്ച മോഹങ്ങളെ നമ്മൾ വർജിക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇവിടെ പറയുകയാണ്. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്, അതോടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാൻ സമയം പോയി. സാധു കൊച്ചിന്റെ ഉപദേശി ഈ ഓൺലൈനിലൂടെ കേൾക്കുന്നവരെ ശ്രദ്ധിക്കണം. ഒരു നിസ്സാരമായ പാപം, എന്തോ ആ പാപം അവൻ ആഗ്രഹിച്ചു, സാധു കൊച്ചിന്റെ ഉപദേശി ആഗ്രഹിച്ചു എന്നുള്ളൊരു പാപം. എന്താണെന്നറിയാമോ? ഒരു ശർക്കര ആമേൻ ഉണ്ടാക്കുന്ന ആമേൻ അതിന്റെ ആ സ്ഥലത്തൂടെ കടന്നു പോകുമ്പോൾ ശർക്കര പാനീയത്തിന്റെ മണം തന്റെ മൂക്കിലടിച്ചു. താൻ ആഗ്രഹിച്ചു പോയി. ഒരു ശകലം കിട്ടിയിരുന്നെങ്കിലോ വീണ്ടും നടക്കുക. ഇതിപ്പോൾ എല്ലാവരും ഈ സാധുപദേശയെ നോക്കിയിരിക്കുക അല്ല, നമ്മൾ നമ്മളെ തന്നെ നോക്കണം. അതാണ് ഈ വചനത്തിന്റെ പ്രത്യേകത. വചനം അങ്ങനെയാണ് നമ്മളെ ആമേൻ വിശുദ്ധീകരണത്തിലൂടെ നടത്തുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതേമായി ഏറെ ആഗ്രഹിച്ചു, ആ ഒരു അല്പം കിട്ടിയിരുന്നെങ്കിലോ. പക്ഷെ ചോദിക്കാൻ പറ്റി നടന്നു പോകുമ്പോൾ ദൈവത്തെ അറിയാവുന്ന ആരോ ഒരു ഇല, അന്നത്തെ പറയുന്നത് എന്നാന്നറിയാമോ? കാട്ടിയമ്മിന്റെ ഇലയില്
കുറച്ച് ഈ ശർക്കര പാനീയം കൊണ്ട് കൊടുത്തു. ശർക്കരയല്ല, ശർക്കര പാനീയം കൊണ്ട് കൊടുത്തു. അപ്പൊ അദ്ദേഹം ഒരു വിരൽ കൊണ്ട് തൊട്ട് നാക്കിലോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഉള്ളി പറയുക, നീ ഇത് ആഗ്രഹിച്ചു, അതുകൊണ്ട് പാവമായി പോയി. നോക്കിക്കോണേ, നമ്മളാണ് അങ്ങനെ പാവാന്ന് പറയുന്നത്. നീ ഇത് ആഗ്രഹിച്ചു, തൊട്ടു, ഉടനെ അദ്ദേഹം തുപ്പിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, തുപ്പിക്കളഞ്ഞു. കാരണം എന്നറിയാമോ? എന്റെ ദൈവം എനിക്ക് ശർക്കര പാനീയമല്ല, ദൈവത്തിന്റെ ആത്മാവിലുള്ള സന്തോഷം എന്റെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. അതിൽ വലുതല്ല ഈ ശർക്കര പാനീയമെന്ന് അദ്ദേഹത്തിന് ബോധ്യമായിരുന്നു. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ആമേൻ വിശുദ്ധ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മള് ആമേൻ ആ പാട്ടുകാരൻ ഇങ്ങനെ പാടിയല്ലോ, സാധുവെന്നെ കൈവിടാതെ നടത്തിയിടുന്നു, സാധുവെന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. അന്ത്യത്തോളം പഴയ ഭക്തന്മാർ പിൻപോട്ട് നോക്കി. അത് നമുക്ക് ഹാബേലിനെ നോക്കിയാൽ കാണാൻ പറ്റും, അബ്രഹാം പിതാവിനെ നോക്കിയാൽ കാണാൻ പറ്റും, നോഹയെ നോക്കിയാൽ കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആ പിൻപോട്ട് നോക്കി നമ്മളും പിൻപോട്ട് നോക്കണം. ഹല്ലേലൂയ. പഴയ ഭക്തന്മാരുടെ ജീവിതത്തെ ഞാനും നിങ്ങളും പഠിക്കണം. രണ്ടാമത് ആമേൻ, നമ്മൾ മുകളിലേക്ക് നോക്കണം. ആമേൻ, പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് മുകളിലേക്ക് വല്ലപ്പോഴും ഒന്ന് നോക്കണം ഒരു വിശ്വാസി. മൂന്നാമത് പറയുകയാണ്, നമ്മൾ മുൻപോട്ട് നോക്കുക, നമ്മുടെ മുൻപിൽ ഓട്ടം വെച്ചിരിക്കുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തിവരുന്നതുമായ യേശു നമ്മളെ ആമേൻ ഓട്ടക്കളത്തിൽ വിജയകരമായി നമ്മളെ മറുകര എത്തിക്കും. അതുകൊണ്ട് നമ്മൾ മുൻപോട്ട് ക്രിസ്തുവിന്റെ മുഖത്ത് നോക്കി ഓടുവാൻ ദൈവം സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമാഹാരം തരണമേ, ഞങ്ങൾക്കാരോട് ക്ഷമിച്ചതുപോലെ കടന്നു പാടുകളോട് ക്ഷമിക്കണമേ, പ്രവേശിക്കരുത്, ദൈവത്തിന്റെ സ്നേഹമേജാതനായ പുത്രന്റെ കൃപ ആശ്വസിപ്പിച്ചു വരുന്ന പരിശുദ്ധമായ സഹവാസം കൂട്ടായ്മ വീണ്ടും ഞങ്ങള് 32-ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന അടുത്ത വ്യാഴാഴ്ച വരെയും ഇന്നും നാളും ഉണ്ടാകുമാറാകണമേ. ആമേൻ.